ഹായ് ഓൾ, ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിരുന്നൊരു ഫോട്ടോക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്ന വ്യൂസ് ആണ് ഇവിടെ കാണുന്നത് 280K. അതുപോലെ അതിന് ലഭിച്ചിരിക്കുന്ന ഏർണിങ്സ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത് $5.31. നിലവിൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം 5.31 491 രൂപ, ഏകദേശം 500 രൂപ. നമുക്ക് ഒരു ഫോട്ടോ ജസ്റ്റ് ചുമ്മാ ഒരു ഫോട്ടോ ഇട്ടതാണ്, അതിന് തന്നെ നമുക്ക് 500 രൂപയോളം നമുക്ക് ലഭിച്ച്. ഇതൊന്നുമല്ല, $50 $100 വരെ ഒരു ഫോട്ടോക്ക് ലഭിക്കുന്നവരുണ്ട്. ഒരു ഫോട്ടോക്ക് മാത്രം. നിലവിൽ എനിക്ക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അക്കൗണ്ടുകൾ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ അക്കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കും ലഭിക്കും. അത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യണം. വെറുതെ ചുമ്മാ ഒരു ഫോട്ടോ ഇട്ടിട്ട് നമ്മൾക്ക് അപ്ലോഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. ഇപ്പൊ നിലവിൽ ചില ആൾക്കാരുടെ അക്കൗണ്ടിൽ റീൽസിനേക്കാളും കൂടുതൽ ഏർണിങ്സ് ലഭിക്കുന്നത് ഫോട്ടോസിലാണ്. അപ്പോൾ നിലവിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ട രീതി ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട നമ്മളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് ഇവിടെ കാണാം. അതിന്റെ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗാലറിയിൽ പോകുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മുമ്പൊക്കെ ഈ ഒരു സെക്ഷൻ താഴെയാന്നുണ്ടായിരുന്നു, അതിപ്പോ നേരെ മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾക്ക് നമ്മളുടെ ഫോളോവേഴ്സിനോട് പറയാനുള്ളത്, അത് നമ്മളിവിടെ ക്യാപ്ഷൻ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് വെറുതെ ഒരു ഫോട്ടോ ഇട്ടിട്ട് നമ്മൾ ഷെയർ ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടാം. കാരണം ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ വേണം. ആൾക്കാർക്ക് നോക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സംഭവം ഇതിനകത്തുണ്ട് എന്നൊരു ചോദ്യമാണ്. അതായത് അവരുടെ കമന്റ് നമ്മൾ വരുത്തിക്കണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. കമന്റ്, ലൈക്ക് ഇതൊക്കെ നമ്മൾ ആ ഫോട്ടോയിലേക്ക് വരണം. വെറുതെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് കുറെ വ്യൂസ് കിട്ടിയിട്ട് കാര്യമില്ല. എൻഗേജ്മെന്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ. അപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ വെച്ചതിന് ശേഷം നല്ലൊരു 2-3 ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് നേരെ ഡൺ അടിച്ചു കൊടുക്കാം. ഈ റൈറ്റ് സൈഡിലെ ഈ ഭാഗത്ത് ഡൺ അടിച്ചു കൊടുക്കാം. ഡണ്ണ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ആരെങ്കിലും ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ഫോട്ടോ ആരെങ്കിലും നമ്മൾ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാഗ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് പേജിലാവില്ല, പ്രൊഫൈലിലോ സാധിക്കും. അത് ഇപ്പൊ പേജിൽ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലല്ലോ, അപ്പൊ ഫോളോവേഴ്സ് മാത്രമല്ലേ. പിന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ലൊക്കേഷൻ കാണാം. ഈ ലൊക്കേഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫീലിംഗ് ആക്ടിവിറ്റി ഇമോജി വെക്കണമെങ്കിൽ ഇമോജി വെച്ച് കൊടുക്കാം. ഇമോജി നമ്മളെ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ലൊക്കേഷൻ ഇവിടെ കേരള എന്ന് വെച്ച് കൊടുക്കുക. കേരള എന്ന് ഡയറക്റ്റ് കേരള വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ലൊക്കേഷനും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് തൊട്ട് താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എഡിറ്റ്, ഒരു പെൻസിലിന്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം. മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്ന തന്നെയായിരിക്കും നല്ലത്. കാരണം മ്യൂസിക് ഒക്കെ നമുക്ക് റീൽസിനായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇമോജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഇതൊക്കെ എവിടെയെങ്കിലും വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഫേസ്ബുക്കിന്റെ പ്രൊമോട്ട്, അതായത് സപ്പോർട്ട് കിട്ടും. കാരണം ഫേസ്ബുക്കിന്റെ ഇങ്ങനെയുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ഡൺ അടിച്ചു കൊടുക്കാം. ഡൺ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റിലേക്ക് പോകേണ്ടത്. നെക്സ്റ്റിലേക്ക് പോയതിനു ശേഷം നമ്മൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് പോസ്റ്റ് ഓഡിയൻസ്. ഇവിടെ പബ്ലിക്കിൽ തന്നെ ആവണം കേട്ടോ. പല ആൾക്കാരും ഇവിടെ ഫ്രണ്ട്സിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പബ്ലിക്കിൽ തന്നെ ആവണം. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൂ ക്യാൻ കമന്റ്, ഇതും പബ്ലിക്കിൽ തന്നെ ആവണം. ഷെഡ്യൂൾ ഓപ്ഷൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്യണ്ട, നമുക്ക് പിന്നീട് ഷെയർ ചെയ്താൽ മതി. എന്നാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ ഇന്ന് 15-ാം തീയതി 15-ന് തന്നെ ക്ലിക്ക് ആക്കുക. അതിനുശേഷം ഈ ഒരു 1:35 ഇപ്പൊ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഒരു 1:45 ആക്കണമെന്നുണ്ടെങ്കിൽ 1:45 എന്നിട്ട് PM അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് 1:45 നമുക്കത് ഷെഡ്യൂൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് ഷെയർ ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കി വെക്കാം. പോസ്റ്റ് നമ്പറിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഷെയർ ടു സ്റ്റോറി അത് ഓൺലൈൻ ആക്കി കൊടുക്കാം. അത് ഓൺലൈൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനേബിൾ ഷെയർ ടു സ്റ്റോറി ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോറിയിലേക്ക് ഷെയർ ആവണമെന്നുണ്ടെങ്കിൽ അത് ഷെയർ ഓൾവേസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സേവ് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോറിയിലേക്ക് ഷെയർ ആവുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഷെയർ ടു ഫേസ്ബുക്ക് ഗ്രൂപ്പ്
ഇതിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഗ്രൂപ്പ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ഈ 3 ഗ്രൂപ്പിൽ നമുക്കിപ്പോൾ ഷെയർ ആക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ മോണിറ്റൈസേഷൻ ഈ ഒരു ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ നിലവിൽ അവിടെ എനേബിൾ ആയിട്ടുണ്ട്. പിന്നെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക്, ഇത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ അത് വെച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷമാണ് ഇവിടെ വരുന്നത് AB ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത് പല ഫേസ്ബുക്കിൻ്റെ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ അതിന് ശേഷം ഈ ബ്രാൻഡ് പാർട്ട്ണർഷിപ്പ്, അപ്പോൾ അത് ഷോപ്പായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഓൺ ചെയ്ത് കൊടുക്കുക, അത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതൊന്നും ചെയ്യാണ്ട് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. നമ്മളുടെ ഫോട്ടോ എവിടെയും എത്തൂല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ക്യാപ്ഷൻ. ആ ക്യാപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളിലേക്ക് കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ തോന്നണം. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ സൈഡിൽ വരുന്ന ആ കാര്യങ്ങളൊക്കെ, ഈ സൈഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയുള്ള ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഏണിങ്സ് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ 1-2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.